നമസ്കാരം, ഏവർക്കും ഈ ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 19, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ 4ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. Q2 ഏർണിംഗ്സ്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തുടങ്ങി പ്രധാനമായും 6 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം ഈ വീഡിയോയിൽ. ഈ ആഴ്ചയിൽ 3 ട്രേഡിംഗ് സെക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദിവാലിയോടനുബന്ധിച്ച് 21, 22 തീയതികളിൽ ചൊവ്വ, ബുധൻ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിലൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. അപ്ബീറ്റ് ആയിട്ടുള്ള Q2 ഏർണിംഗ്സിന്റെ ഫലമായിട്ടും മാത്രമല്ല ബാങ്കിംഗ്, FMCG സെക്ടേഴ്സുകൾക്ക് ശക്തി പ്രാപിക്കുവാൻ സാധിച്ചതിനെ തുടർന്നും കഴിഞ്ഞ ആഴ്ചയിൽ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി നിഫ്റ്റിക്കും സെൻസെക്സിനും 1.5% നേട്ടം കൈവരിച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. അതുകൂടാതെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നതും അവസാനിപ്പിച്ചതും. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിന്റെ ഗതി മാറി മറിയുകയുണ്ടായി. കാരണം US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 100% അഡീഷണൽ താരിഫിൽ നിന്നും US പിൻവലിയുന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പ്രകടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല വ്യാഴാഴ്ച വൈകുന്നേരം US നിന്നും പുറത്തു വന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം US-ലുള്ള പല റീജിയണൽ ബാങ്കുകളും നേരിടുന്ന മോശമായ കടത്തെ തുടർന്നുള്ള പ്രതിസന്ധിയെ തുടർന്നാണ് US മാർക്കറ്റുകളും ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US ബാങ്കിംഗ് സ്റ്റോക്കുകൾ റീബൗണ്ട് ചെയ്യുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിന്റെ സ്ഥിതി മെച്ചപ്പെടുകയുണ്ടായി. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന Q2 ഏർണിംഗ്സ് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ച ഒത്തിരി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുകൂടാതെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും മാത്രമല്ല ഇന്നലെ ശനിയാഴ്ചയും പ്രധാനപ്പെട്ട കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICIC ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെയൊക്കെ Q2 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സോ ഇവയുടെ Q2 ഏർണിംഗ്സിന്റെ ആക്ഷൻസ് നാളത്തെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ നാളെ മുതൽ മറ്റുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ Q2 ഏർണിംഗ്സും വരാനിരിക്കുന്നു. സോ ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ Q2 ഏർണിംഗ്സ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറും. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ 2 ട്രേഡിംഗ് സെക്ഷൻ ഒഴികെ, തിങ്കൾ ചൊവ്വ ഒഴികെ ബാക്കി 3 ട്രേഡിംഗ് സെക്ഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് തുടരുകയുണ്ടായി. തൽഫലമായി 1400 കോടി രൂപയ്ക്ക് അടുത്ത് ബൈയിങ്ങും നടത്തുകയുണ്ടായി. മാത്രമല്ല കുറച്ചേറെ നാളുകൾക്ക് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലുള്ള ഏറ്റവും കുറഞ്ഞ തോതിൽ 586 കോടി രൂപ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നതും. സോ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് കീനായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ചെറിയ തോതിലാണെങ്കിലും ബൈയിങ് തുടരുകയോ അതല്ല അവരുടെ ബൈയിങ് കൂട്ടുകയോ ചെയ്താൽ അത് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും. ഇനി അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് നേരെ വിപരീതമാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ടും സ്വാധീനിക്കും. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്നു. ചൊവ്വാഴ്ച കാനഡയിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ബുധനാഴ്ച UK-യിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റകൾ റിലീസ് ചെയ്യപ്പെടും. അതുകൂടാതെ US-ൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റകൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ് വരാൻ പോകുന്ന ആഴ്ചയും. സോ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളുടെ റിസൾട്ടിന്റെ ഫലമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിന്റെ പെർഫോമൻസും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ജൂൺ 2025 ശേഷം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ശക്തമായ പ്രകടനമാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. തൽഫലമായി
ഇന്ത്യൻ രൂപയ്ക്ക് 0.8% നേട്ടവും അമേരിക്കൻ ഡോളറിനെതിരെ നേടുവാൻ സാധിച്ചു. മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ ശക്തമായ പ്രകടനത്തെ തുടർന്ന് അത് നമ്മുടെ മാർക്കറ്റിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ റാലിയും വളരെയേറെ സഹായിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ പ്രകടനവും നമ്മുടെ മാർക്കറ്റിനെ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ചേക്കാം. എങ്കിലും ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് പ്രഷർ നേരിടേണ്ടി വന്നേക്കാം. കാരണം ഇന്ത്യ US ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്നതിനാലും മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് വലിയ രീതിയിൽ പ്രകടമാകാത്തതും അത് ഇന്ത്യൻ രൂപയെ പ്രഷറൈസ് ചെയ്തേക്കാം. എങ്കിലും റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന ആക്ഷൻസ് ഇന്ത്യൻ രൂപയുടെ പെർഫോമൻസിനെ വൻതോതിൽ തന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 87 രൂപ 50 പൈസ മുതൽ 88 രൂപ 80 പൈസ എന്ന റേഞ്ചിനിടയിലായിട്ട് വ്യാപാരം നടത്തിയേക്കാമെന്നുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. അഞ്ചാമതായി ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ചയിൽ US നിന്നുമുള്ള പ്രൊഡക്ഷൻ റെക്കോർഡ് ഹൈയിലേക്ക് എത്തിച്ചേർന്നതും മാത്രമല്ല ഓവർ സപ്ലൈ കൺസേൺസ് നിലനിൽക്കുന്നതിനാലും അതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി തുടരുന്നതിനാലും കഴിഞ്ഞ ആഴ്ചയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് തന്നെയാണ് അനുഭവപ്പെടുകയുണ്ടായത്. തൽഫലമായി വീക്കിലി ബേസിസിൽ 3% ഇടിവും ദൃശ്യമായി. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുകയാണെങ്കിലോ അല്ലെങ്കിൽ വർദ്ധിക്കാതെ നിലനിൽക്കുകയാണെങ്കിലോ അത് ഗ്ലോബൽ മാർക്കറ്റിനും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറും. നേരെ മറിച്ചാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെ നമ്മുടെ മാർക്കറ്റിനെയൊക്കെ മോശമായിട്ട് തന്നെ ബാധിക്കും. പ്രീ ദിവാലി സെന്റിമെന്റ്സും ഹോളിഡേയോടനുബന്ധിച്ച് വരാൻ പോകുന്ന തിൻ വോളിയംസുമായിരിക്കും ആറാമതായി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ആകെ 3 ട്രേഡിംഗ് സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. ദിവാലിയോടനുബന്ധിച്ച് 21, 22 അഥവാ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ബുധൻ, വ്യാഴം, വെള്ളി ട്രേഡിംഗ് സെക്ഷനുകളിൽ ദൃശ്യമായ അതിശക്തമായ പ്രകടനം നാളെയും തുടരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല 21-ാം തീയതി ദിവാലിയോടനുബന്ധിച്ച് ഹോളിഡേ ആണെങ്കിലും ഇന്ന് മുഹൂർത്ത ട്രേഡിംഗും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ വരുന്ന ആഴ്ചയിൽ 2 ദിവസവും അവധിയായതുകൊണ്ട് തന്നെ വോളിയത്തിലും കുറവ് കണ്ടേക്കാം. പ്രീ ദിവാലി സെന്റിമെന്റ്സും വോളിയത്തിലുണ്ടാകുന്ന തിന്നസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ വളരെയേറെ സ്വാധീനിക്കുവാനും ഇടയുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ICIC ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q2 ഇയർ ഓൺ ഇയറിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 5.2% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 7.4% ഉയർച്ചയും രേഖപ്പെടുത്തിയപ്പോൾ അസറ്റ് ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്തി. HDFC ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 11% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 5% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 75.5% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 6.8% ഉയർച്ച രേഖപ്പെടുത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 14% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 6.7% ഉയർച്ചയും രേഖപ്പെടുത്തി. യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 18% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ അസറ്റ് ക്വാളിറ്റി സ്റ്റഡി ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4% ഉയർച്ചയും രേഖപ്പെടുത്തി. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 16% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 22,146 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അൾട്രാടെക് സിമെന്റ് പ്രോഫിറ്റിൽ 75% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല 10,255 കോടി രൂപ മുടക്കിക്കൊണ്ട് കപ്പാസിറ്റി എക്സ്പാൻഷനും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.